ഹലോ, വെൽക്കം ബാക്ക് ടു ബിയോണ്ട് ദ വോയിസ്. നമ്മുടെ ഇന്നുള്ളത് 2025 കിയ K4 GT ടർബോ ലിമിറ്റഡ് ആണ് നമ്മുടെ ഉള്ളത്. നമ്മൾ ഈ ഒരു എന്താ പറയുക, K4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെഡാൻ ആണ്. നമുക്ക് ഇന്ന് നേരത്തെ ഉണ്ടായിരുന്ന വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോർട്ടയാണ്. കിയന്റെ ഫോർട്ടയ്ക്ക് റീപ്ലേസ്മെന്റ് ആയിട്ട് കിയ കൊണ്ടുവന്ന വണ്ടിയാണ് K4. അപ്പോൾ നമ്മൾ ഈ K4ന്റെ ഒരു റെലവൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ചെറിയ ബഡ്ജറ്റിലാണെങ്കിലും നമുക്ക് പ്രീമിയം ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു വണ്ടിയാണ് നമുക്ക് ഈ ഒരു K4. നല്ലൊരു പ്രീമിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രീമിയം ആണ്. നിങ്ങൾക്ക് ഈ ഒരു വണ്ടി നിങ്ങൾ വരുന്നത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, രാത്രിയിലൊക്കെ വരുന്നത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും ഇത് ഇത്രത്തോളം പ്രീമിയം ആണെന്ന് നിങ്ങൾക്ക് ശരിക്കും ഇത് മനസ്സിലാവും. പുറത്തു നിന്നുള്ള അതിന്റെ ഒരു വിഷ്വൽസ് ആണെങ്കിലും അകത്തു നിന്നുള്ള ആ ഒരു ഫിനിഷ് ഒക്കെ ആണെങ്കിലും അടിപൊളി പ്രീമിയം ആണ്. അതുപോലെ നമ്മൾ ഈ ഒരു വേർഷൻ നമ്മുടെ GT ലൈൻ ടർബോ ലിമിറ്റഡ് എഡിഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പവറും പെർഫോമൻസും ഔട്ട്സ്റ്റാൻഡിങ്, അത്ര അടിപൊളിയായിട്ടുള്ള ഒരു പെർഫോമൻസും കൂടെ ഓറിയന്റഡ് ആയിട്ടുള്ള വണ്ടി കൂടിയാണ് നമ്മുടെ ഈ ഒരു K4. അപ്പൊ നമ്മൾ അധികം പറഞ്ഞു കിട്ടുന്നില്ല, നമുക്ക് ഇതിന്റെ ഇന്റീരിയറിൽ തന്നെ നമുക്ക് തുടങ്ങാം. നമുക്ക് ഈ ഒരു സൈഡ് ഡോർ പാഡിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഹീറ്റഡ് സീറ്റ്സ് വരുന്നുണ്ട്, അതുപോലെ ഹീറ്റഡ് സ്റ്റിയറിംഗ് വീൽ വരുന്നുണ്ട്. അതിന്റെ കൺട്രോൾസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. നമുക്കത് 3 ലെവലിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ഹീറ്റഡ് സീറ്റ്സ്, സ്റ്റിയറിംഗ് വീൽ ഉണ്ട്, അതിന്റെ കൺട്രോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. താഴോട്ട് വരുമ്പോഴത്തേനും നമുക്ക് ഇവിടെ വിൻഡോ റോൾ ചെയ്യാനുള്ള ബട്ടൺ, ലോക്ക് അൺലോക്ക്, അതുപോലെ ഇവിടെ മിറേഴ്സിന്റെ കൺട്രോൾസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് ഡിസ്പ്ലേന്റെ ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബട്ടൺ വരുന്നുണ്ട്, അതുപോലെ പാർക്കിംഗ് ബ്രേക്ക് വരുന്നുണ്ട്, ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് വരുന്നുണ്ട്, ട്രാക്ഷൻ കൺട്രോളിന്റെ ബട്ടൺ നമുക്ക് ഇവിടെ വരുന്നുണ്ട്. അവിടെ നമുക്ക് മേളിലോട്ട് വരുമ്പോഴത്തേനും നമുക്ക് ആ ഒരു AC വെന്റ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതൊരു ഗ്രേ, ഒരു പിയാനോ ബ്ലാക്ക് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ പിയാനോ ഗ്രേ ഫിനിഷിലാണ് നമുക്ക് അതിന്റെ ഒരു സെറ്റപ്പ് നമുക്ക് ഇവിടെ വരുന്നത്. അവിടെ നമുക്ക് മേളിലോട്ട് വരുമ്പോഴത്തേനും നമുക്ക് ഇതിനകത്ത് ആംബിയൻ ലൈറ്റ്സ് വരുന്നുണ്ട്. ആംബിയൻ ലൈറ്റ്സ് നമുക്ക് കളർ കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റുകയും അങ്ങനത്തെ പരിപാടികളൊക്കെ നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റും. അതൊക്കെയാണെങ്കിൽ നല്ല വൃത്തിയായിട്ടും നല്ല എന്താ പറയുക, നല്ല ഷാർപ്പായിട്ട് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതുപോലെ നിങ്ങൾക്ക് ഇതിന്റെ താഴോട്ട് വരുമ്പോഴത്തേനും നിങ്ങൾക്ക് ഇവിടെ നമുക്ക് ഇത് കാണാൻ പറ്റും. നമുക്ക് ആ ഒരു ആംബിയൻ ലൈറ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു സൈഡിലൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. നല്ല പ്രീമിയം, അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് നല്ല പ്രീമിയം ആയിട്ടാണ് നമുക്ക് ഈ ഒരു വണ്ടി അവർ ഡിസൈൻ ചെയ്തേക്കുന്നത്. ഇതാണ് ഇതിന്റെ ഒരു കീ വരുന്നത്. നമുക്ക് ഇതിനകത്ത് ലോക്ക് അൺലോക്ക്, അതുപോലെ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. പാനിക് ബട്ടൺ, അതൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ നമുക്ക് ഇതിനകത്ത് ബാക്കിൽ നമുക്ക് ഇത് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് റിമോട്ടിൽ നമുക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യാനും പറ്റും. അതുപോലെ നമുക്ക് ഇതിന്റെ സ്റ്റിയറിംഗ് വീലിലേക്കൊക്കെ വരുമ്പോഴും നമുക്ക് ആ ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്കിന്റെ ഒരു പ്രീമിയം ഫിനിഷാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. കിയന്റെ ബാഡ്ജിങ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ ക്രൂസ് കൺട്രോളിന്റെ ബട്ടൺസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് ആ ഒരു വോളിയം കൺട്രോൾസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഡ്രൈവ് മോഡ്സിന്റെ ഡ്രൈവ് സെലക്ടേഴ്സ് നമുക്ക് വരുന്നത് ഇവിടെയാണ്. നമുക്ക് ആ ഒരു ഡ്രൈവ് സെലക്ടേഴ്സ് വരുന്നത് നമ്മളത് പ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിനകത്ത് ഡിസ്പ്ലേയിൽ നമുക്ക് നോർമലും സ്പോട്ട് അങ്ങനെ നമുക്ക് 2 ഡ്രൈവ് മോഡ്സ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. അത് മാറുമ്പോഴാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു ഡിസ്പ്ലേയിലാണെങ്കിലും ആ ഒരു ചേഞ്ചസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ഈ ഡിസ്പ്ലേ വരുന്നത് നമുക്ക് നല്ല വലിയ ഹ്യൂജ് ആയിട്ടുള്ള വലിയൊരു ഡിസ്പ്ലേ യൂണിറ്റ് ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. അത് 12.3 ഇഞ്ചിന്റെ ഒരു സ്ക്രീൻ ഇവിടെ വരുന്നുണ്ട്. അതുപോലെ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു സ്ക്രീൻ വരുന്നുണ്ട്. നടുക്കോട്ട് വരുമ്പോഴത്തേനും 5 ഇഞ്ചിന്റെ ഒരു ചെറിയൊരു സ്ക്രീൻ വരുന്നു. അതിനകത്താണ് നമുക്ക് ആ ഒരു AC കൺട്രോൾസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. നമുക്ക് ഇതൊക്കെ നമുക്കിതൊരു ഫുള്ളായിട്ട് നമുക്കിത് കാണുമ്പോൾ നല്ലൊരു പ്രീമിയം, ഒരു ഫുൾ സ്ട്രെച്ച് ഫുൾ സ്ക്രീൻ ആയിട്ടാണ് നമുക്കിതൊരു ഫീൽ ചെയ്യുന്നത്. നമുക്ക് ഈ സ്ക്രീനിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇൻഫോർമേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് യൂസ് ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറ്റും. അതുപോലെ നമുക്ക് ഈ വണ്ടിക്ക് പാഡിൽ ഷിഫ്റ്റേഴ്സ് വരുന്നുണ്ട്. പാഡിൽ ഷിഫ്റ്റേഴ്സ് നമുക്ക് നല്ല വൃത്തിയായിട്ട് തന്നെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ചെറിയൊരു എന്താ പറയുക, ഒരു ഹെക്സഗൺ ഷേപ്പിലൊക്കെയാണ് നമുക്ക് ഈ ഒരു സ്റ്റിയറിംഗ് വരുന്നത്. റൗണ്ട് ആണ്, ബട്ട് സ്റ്റിൽ നമുക്കൊരു ചെറിയൊരു കട്ടിങ് കാര്യങ്ങളൊക്കെ വന്നിട്ട് അങ്ങനത്തെ ഒരു ഷേപ്പിലാണ് നമുക്ക് ഇതിൻ്റെ ഒരു സ്റ്റിയറിംഗ് വീല് വരുന്നത്. നമ്മൾ ഇങ്ങോട്ട് ഇൻഫോടൈൻമെന്റ് സിസ്റ്റത്തിലേക്കൊക്കെ വരുമ്പോഴത്തേനും നല്ല അടിപൊളി, നല്ല ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു മൊത്തത്തിലുള്ള കൺട്രോൾ ആണ് വരുന്നത്. നമുക്ക് താഴോട്ട് വരുമ്പോഴത്തേനും നമുക്ക് ആ ഒരു വോളിയം കൺട്രോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ നമുക്ക് ഇവിടെ ആയിട്ട് ഫിസിക്കൽ ബട്ടൺസ് നമുക്ക് കാണാൻ പറ്റും. ഹോം, മാപ്പ്, സെർച്ച്, മീഡിയ, അതുപോലെ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നല്ല ഫിസിക്കൽ ബട്ടൺസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. താഴോട്ട് വരുമ്പോഴത്തേനും ഹസാർഡിന്റെ ബട്ടൺ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു എന്താ പറയുക, നമുക്കൊരു പിയാനോ ഗ്രേ ഫിനിഷിലാണ് നമുക്ക് ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ അവിടുന്ന് താഴോട്ട് വരുമ്പോഴത്തേനും നമുക്ക് ആ AC കൺട്രോൾസ് നമുക്ക് ബട്ടൺസ് വരുന്നുണ്ട്. നമുക്ക് ഇത് ഫാനിന്റെ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ നമുക്ക് ഇതിനകത്ത് ടോഗിൾ ബട്ടൺസ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. ടെമ്പറേച്ചർ മോഡ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് അവിടുന്ന് താഴോട്ട് വരുമ്പോഴത്തേനും ഇവിടെ USB Type-C ചാർജിങ് പോർട്ട് വരുന്നുണ്ട്. 2 ചാർജിങ് പോർട്ട് വരുന്നുണ്ട്. അതുപോലെ ഇവിടെ USB അല്ല, നമ്മുടെ
12 വോൾട്ടിന്റെ ഒരു സോക്കറ്റ് ഇവിടെ വരുന്നുണ്ട്. പിന്നെ താഴോട്ട് വരുമ്പോഴത്തേനും ഇൻഡക്ഷൻ ചാർജിങ് വരുന്നുണ്ട്. കാര്യങ്ങളെല്ലാം ഞാൻ കിയ ആയതുകൊണ്ട് ഫീച്ചറുകൾ ഞാൻ അങ്ങനെ എടുത്തു പറയേണ്ട കാര്യമില്ല, കാരണം അത്രത്തോളം ഫീച്ചറുകൾ എല്ലാ കിയേന്റെ വണ്ടികളിലും ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. എന്നിരുന്നാലും ഞാൻ ആ കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ എടുത്തു പറയുന്നതേ ഉള്ളൂ. പിന്നെ നമുക്ക് താഴോട്ട് വരുമ്പോഴത്തേനും നമുക്ക് ഇതിനകത്ത് ഗിയർ ലിവർ, നല്ലൊരു അടിപൊളി ഗിയർ ലിവർ വരുന്നുണ്ട്. അതിനകത്ത് പാർക്ക്, റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ആ ഒരു എഞ്ചിന്റെ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് ബട്ടൺ നമുക്ക് ഇവിടെയാണ് വരുന്നത്. പിന്നെ നമുക്ക് ഇങ്ങോട്ട് താഴോട്ട് വരുമ്പോഴത്തേനും നമുക്ക് ഓട്ടോ ഹോൾഡിന്റെ ബട്ടൺ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ ഈ പാർക്കിംഗ് ക്യാമറാസ് നമുക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ ഇതാ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. ഇത് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു പാർക്കിംഗ് ക്യാമറ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. അത് കട്ട് ചെയ്ത് നമ്മൾ ബാക്കിലേക്ക് വരുമ്പോഴത്തേനും വീണ്ടും നമുക്ക് ഇവിടെ അത്യാവശ്യം കപ്പ് ഹോൾഡേഴ്സ് ഇവിടെ വരുന്നുണ്ട്. നമുക്കത് വേണമെങ്കിൽ ഇങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്കിത് ഓൺ ആക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നില്ല, നമുക്ക് ഇതേപോലെ തിരിച്ച് അങ്ങോട്ട് കയറ്റി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത്യാവശ്യം വലിയൊരു സ്പേസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഈ ഒരു ഫുൾ കൺസോളൊക്കെ ആണെങ്കിൽ വളരെ പ്രീമിയം ആയിട്ട് ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഫിനിഷിലാണ് ഇത് മൊത്തത്തിൽ കൊടുത്തേക്കുന്നത്. അതുപോലെ നമുക്ക് ഈ ഒരു ആംബ്രസ്റ്റിലേക്കൊക്കെ വരുമ്പോഴത്തേനും ലെതർ ഫിനിഷിലുള്ള നല്ലൊരു ആംബ്രസ്റ്റ് ആണ് നമുക്ക് വരുന്നത്. അത്യാവശ്യം നല്ല ഡീസന്റ് സ്പേസ് ഉള്ള ഒരു ആംബ്രസ്റ്റ് ആണ് വരുന്നത്. നമുക്ക് ആ ഒരു സീറ്റിന്റെ ഇപ്പൊ ഈ ഒരു സീറ്റ് ഒക്കെ ആണെങ്കിൽ നല്ല അടിപൊളി സീറ്റ്സ് ആണ് വരുന്നത്. നമുക്കൊരു വൈറ്റ് വരുന്നുണ്ട്, വൈറ്റിന്റെ ഈ ഒരു സൈഡ് ബോൾസ്റ്റേഴ്സ് ഒക്കെ വരുന്നത് വൈറ്റ് വരുന്നുണ്ട്. അതുപോലെ അകത്തോട്ട് നമ്മൾ ആ ഇരിക്കുന്ന സ്ഥലം നമുക്ക് ബ്ലാക്ക് ആണ് വരുന്നത്. നല്ല ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു കംഫർട്ടായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു സീറ്റ്സ് ആണ് വരുന്നത്. അതുപോലെ നമുക്ക് ഈ ഒരു സീറ്റ്സിന്റെ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ നമുക്ക് ഇലക്ട്രോണിക്കലി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ടിൽറ്റും റീച്ചും അതുപോലെ ലംബർ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് ഇലക്ട്രോണിക്കലി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് നമ്മുടെ ഈ ഒരു പാസഞ്ചർ സൈഡിലേക്കൊക്കെ വരുമ്പോഴത്തേനും നമുക്ക് ഇവിടെയും നമുക്ക് ആ ഒരു ആംബിയൻ ലൈറ്റ് നമുക്ക് കാണാൻ പറ്റും. ഇവിടെയൊക്കെ ആണെങ്കിൽ ഒരു ടെക്സ്റ്റേർഡ് ഫിനിഷ് ഉള്ള ഒരു മെറ്റീരിയലാണ് നമുക്ക് ഇവിടെ വരുന്നത്. അവിടെ താഴോട്ട് വരുമ്പോഴത്തേനും നമുക്ക് ആ നേരത്തെ ആ ഒരു പിയാനോ ഗ്രേ ഫിനിഷ് ഉള്ള ആ ഒരു സെറ്റപ്പ് നമുക്ക് ഇങ്ങോട്ട് ഇത് മൊത്തത്തിൽ ഇങ്ങനെ റാപ്പ് ചെയ്തേക്കുന്ന കാണാൻ പറ്റും. അതുപോലെ നമുക്ക് ഇതിനകത്ത് ഗ്ലോ ബോക്സ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നല്ല ഡീസന്റ് സൈസ് ഉള്ള ഗ്ലോ ബോക്സ് വരുന്നുണ്ട്. അതുപോലെ നമുക്ക് പാസഞ്ചർ സൈഡിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് ഹീറ്റഡ് സീറ്റ്സിന്റെ ആ ബട്ടൺ കാര്യങ്ങൾ നമുക്ക് അവിടെ കാണാൻ പറ്റും. താഴോട്ട് വരുമ്പോഴത്തേനും നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു എന്താ പറയുക, ഒരു 1/2 ലിറ്ററിന്റെ 1 ലിറ്ററിന്റെ ഒക്കെ ബോട്ടിൽ നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു സ്പേസ് അവിടെ വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ഇവിടെ ആയിട്ട് നമുക്ക് ആംബിയൻ ലൈറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മൊത്തത്തിലൊരു പ്രീമിയം ഫിനിഷ് നമുക്ക് ആ ഒരു ആംബിയൻ ലൈറ്റും കൂടെ വരുമ്പോഴത്തേനും നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും. പിന്നെ നമുക്ക് ഈ റിയർ വ്യൂ മിറേഴ്സ് വരുന്നത് മാനുവലി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന റിയർ വ്യൂ മിറേഴ്സ് ആണ് വരുന്നത്. അതുപോലെ ഇതിന്റെ റൂഫ് ഒക്കെ ആണെങ്കിലും മൊത്തത്തിൽ ഒരു ബ്ലാക്ക് ഫിനിഷ് ഉള്ള റൂഫിംഗ് ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. പിന്നെ നമുക്ക് ഇവിടെ ആയിട്ട് നമുക്ക് SOS ബട്ടൺ കാണാം. അതുപോലെ ലൈറ്റ്സിന്റെ കൺട്രോൾ നമുക്ക് കാണാൻ പറ്റും. ടച്ച് കൺട്രോൾ ആണ്, നമുക്ക് LED ലൈറ്റ്സ് ആണ് നമുക്ക് രണ്ട് സൈഡിൽ നമുക്ക് വരുന്നത്. അതുപോലെ നമുക്ക് ഇതിനകത്ത് സൺ റൂഫ്സ് വരുന്നുണ്ട്. അതിനകത്ത് ബ്ലൈൻഡ്സ് ആണെങ്കിലും നമുക്ക് സൺറൂഫ് ഒക്കെ ആണെങ്കിലും ഇലക്ട്രോണിക്കലി തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ബ്ലൈൻഡും നമുക്ക് അങ്ങനെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ക്ലോസ് ചെയ്യാനൊക്കെ ആണെങ്കിൽ നമുക്കിത് 1 ടച്ചിലൊക്കെ നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് ഈ ഒരു സൺ വൈസർ നമുക്ക് വരുമ്പോഴത്തേനും നമുക്ക് മിറേഴ്സ് ഉണ്ട്. അതുപോലെ ലൈറ്റ്സും കൂടെ ഉള്ള നമുക്ക് സൺ വൈസർ ആണ് വരുന്നത്. പാസഞ്ചർ സൈഡും സെയിം ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. ഗ്രാബ് ഹാൻഡിൽസ് നമുക്ക് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ ഇതിന്റെ ഇന്റീരിയർ വരുന്നത് ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഫിനിഷിലുള്ള ഒരു പ്രീമിയം ഇന്റീരിയർ ആണ് നമുക്ക് ഇതിനകത്ത് മൊത്തത്തിൽ നമുക്ക് കിട്ടുന്നത്. നമുക്കിനി എന്തായാലും ബാക്കിൽ പോയിട്ട് ബാക്കിൽ എത്രത്തോളം സ്പേസ് ഉണ്ട്, എത്ര സ്പേഷ്യസ് ആണ് ഈ വണ്ടി എന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ ഈ ബാക്കിലേക്ക് വരുമ്പോഴത്തേനാണെങ്കിൽ നല്ല സ്പേസ് വരുന്നുണ്ട്. നല്ല സ്പേസ് എന്ന് പറഞ്ഞാൽ നല്ല സ്പേസ് വരുന്നുണ്ട്. നമ്മൾ ആ ഒരു ക്യാമറീന്റെ ഒക്കെ ബാക്ക് സീറ്റിൽ ഇരിക്കുന്ന അത്രയും സ്പേസ് നമുക്ക് ഇതിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. ആംറസ്റ്റ് വരുന്നുണ്ട്. ഇൻസ്റ്റന്റ്ലി നമുക്ക് കംഫർട്ടബിൾ ആവുന്നുണ്ട്. നമ്മൾ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു തിയേറ്റർ പൊസിഷൻ ആണ്. നമുക്ക് ഈ ഒരു ഹെഡ് റെസ്റ്റിന്റെ ഈ ഒരു എന്താ പറയുക, നമുക്കൊരു ചെറിയൊരു ബ്ലൈൻഡ് സ്പോട്ട് പോലെ നമുക്ക് ഇതിനകത്ത് ഉണ്ടെങ്കിലും അതല്ലാണ്ട് നമുക്ക് വേറൊരു എന്താ പറയുക, നമുക്ക് ആ ഒരു വിഷൻ ബ്ലോക്ക് ആവുന്നില്ല. സൈഡ് നമുക്ക് ആ ഒരു ഗ്ലാസ് ഏരിയ ഒക്കെ ആണെങ്കിൽ നല്ല ഗ്ലാസ് ഏരിയ വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ഈ സൈഡ് ഡോർ പാഡിലേക്ക് വരുമ്പോഴത്തേന് സ്റ്റീൽ ഫിനിഷ് ഉള്ള ഒരു ചെറിയൊരു ഗ്രാബ് ഹാൻഡിലാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. താഴോട്ട് വരുമ്പോഴത്തേനും നമുക്ക് ആ ഹീറ്റർ സീറ്റ്സിന്റെ നമുക്ക് ആ കൺട്രോൾസ് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. അതുപോലെ വിൻഡോ റോൾ ചെയ്യാനുള്ള ബട്ടൺ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. താഴോട്ട് വരുമ്പോഴത്തേനും നല്ലൊരു സൗണ്ട് സിസ്റ്റം വരുന്നുണ്ട്. നമുക്ക് ഇതിനകത്ത് പ്രീമിയം സൗണ്ട് സിസ്റ്റം വരുന്നുണ്ട്. അതിന്റെ സ്പീക്കർ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. അതുപോലെ നമുക്ക് ഇതിനകത്ത് നമുക്ക് ആ ഒരു ലെഗ് റൂം വരുന്നത് നമുക്ക് അത്യാവശ്യം നല്ല ലെഗ് റൂം വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ആ സീറ്റ് ഞാൻ അത്യാവശ്യം നന്നായിട്ട് ബാക്കിലോട്ട് ഇറക്കിയാണ് ഇട്ടേക്കുന്നത്. എന്നിട്ട് നമുക്ക് നല്ല ലെഗ് റൂം നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് ഇത് വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ആ സീറ്റ് കുറച്ചും കൂടെ ബാക്കിലോട്ടും കൂടെ ആവും. എന്നിട്ട് എനിക്ക് അത്യാവശ്യം നല്ല സ്പേസ് ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്ത് AC വെൻസ് നമുക്ക് ഇങ്ങോട്ട് ബാക്കിലേക്ക് വരുന്നുണ്ട്. നല്ല 2 AC വെൻസ് വരുന്നുണ്ട്. താഴോട്ട് വരുമ്പോഴത്തേനും USB ടൈപ്പ് സിന്റെ ചാർജിങ് പോർട്ട് ഇവിടെ വരുന്നുണ്ട്. അതുപോലെ ഫോണൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ഇവിടെ വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ആ ഒരു പാസഞ്ചർ സൈഡിന്റെ ബാക്കിലേക്ക് വരുമ്പോഴത്തേനും നെറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കിതാ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഫുള്ള് വ്യൂ നമുക്ക് വരുന്നത്. നമുക്ക് ഇങ്ങോട്ട് വരുമ്പോഴത്തേനും ബാക്കിലേക്ക് വരുമ്പോഴത്തേനും
ലൈറ്റ്സ് വരുന്നുണ്ട്. LED ലൈറ്റ്സ് ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. നല്ല ടച്ച് കൺട്രോളോട് കൂടിയുള്ള നമുക്ക് ലൈറ്റ്സ് ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. അതൊക്കെ നല്ല പ്രീമിയം ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ വണ്ടിയിൽ നമുക്ക് ഈ ഒരു എന്താ പറയുക, സീറ്റ്സ് ആണ് ഞാൻ എടുത്തു പറയേണ്ട വേറൊരു കാര്യം. നല്ല അടിപൊളി എന്ന് പറഞ്ഞാൽ നല്ല പ്രീമിയം സീറ്റ്സ് ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. ആ വൈറ്റും ബ്ലാക്കും കൂടെ ഉള്ള ആ ഒരു ഫിനിഷിൽ നല്ല അടിപൊളി സീറ്റ്സ് ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. അപ്പൊ അത്രയാണ് നമ്മുടെ ഈ ഒരു ബാക്കിൽ നിന്ന് കിട്ടുന്ന ഒരു ഫീല്. ഇത് നല്ലൊരു എന്താ പറയാ, നല്ലൊരു സെഡാൻ ആണ്. സെഡാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് നല്ല സെഡാനുകൾ ഉണ്ട് ഒബ്വിയസ്ലി, ബട്ട് സ്റ്റിൽ നമുക്ക് ഈ ഒരു പ്രൈസും ഫീച്ചർ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പോൾ, പ്രത്യേകിച്ച് പവറും കൂടെ നമ്മൾ നോക്കുമ്പോൾ നല്ലൊരു കംപ്ലീറ്റ്ലി ഉള്ള ഒരു പാക്കേജ് ആണ്. എക്സ്റ്റീരിയർ ഡിസൈൻ കൊള്ളാം, ഇന്റീരിയർ ഡിസൈൻ കൊള്ളാം, അതിനകത്ത് എല്ലാ ഫീച്ചറുകളും നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഡിസൈനുകൾ കാര്യങ്ങളാണ് നമുക്ക് വരുന്നത്. അതാണ് ഇതിനെ നമുക്ക് ബാക്കി ഒരു സെഡാനിൽ നിന്ന് നമുക്ക് ഇതിനെ വ്യത്യസ്തമായിട്ട് നമുക്ക് ഇതിനകത്ത് ഒരു യുണീക് സെല്ലിംഗ് പോയിന്റ് എന്നൊക്കെ പറയുന്നത് നമുക്ക് ആ ഒരു കാര്യങ്ങളൊക്കെയാണ്. നമുക്കിനി എന്തായാലും ഒരു എക്സ്റ്റീരിയർ സ്റ്റൈലിംഗ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഞാൻ ഒരുപാട് നേരം നിങ്ങൾക്ക് ആ പ്രൈസിങ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഇതാണ് അതിൻ്റെ ഒരു പ്രൈസിങ്ങിന്റെ ഡീറ്റെയിൽ വരുന്നത്. നിങ്ങൾക്ക് ടോട്ടൽ പ്രൈസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നിങ്ങൾക്ക് ഏകദേശം $31,000 ആണ്, വെറും $31,000 ആണ് നമുക്ക് ഇതിൻ്റെ ഒരു എന്താ പറയുക, ഇതിൻ്റെ ഒരു ബേസ് പ്രൈസ് നമുക്ക് ഈ ഒരു വണ്ടിക്ക് നമുക്ക് വരുന്നത്. അതിനകത്ത് 5 ഇയർ വാറണ്ടി കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. നമ്മൾ ആ ഒരു ഡോർ ഇപ്പം എന്തായാലും നമ്മൾ തുറന്നു. അതിൻ്റെ ആ ഒരു ബിൽഡ് ക്വാളിറ്റി ഒക്കെ ആണെങ്കിലും അമേസിങ് ബിൽഡ് ക്വാളിറ്റി ആണ്. നമുക്ക് ഇതിൻ്റെ സൈഡിൽ നിങ്ങളിപ്പോൾ ഒരു സെക്കൻഡ് റോയിലൊക്കെ കയറുമ്പോഴത്തേനും നമുക്ക് ആ ഒരു ഡോർ ഹാൻഡിൽസ് നമുക്ക് വരുന്നത് ഇവിടെയാണ്. നമുക്ക് അതിന്റെ ഡോർ ഹാൻഡിൽസ് വരുന്നത് നല്ലൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് അത് മൊത്തം നമുക്ക് കൊടുത്തേക്കുന്നത്. അതുപോലെ നമുക്ക് ഇനി നമുക്ക് ഒരു ഫ്രണ്ടിലേക്ക് പോയിട്ട് ഫ്രണ്ടിലത്തെ ഡിസൈൻ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഫ്രണ്ടിലേക്കൊക്കെ വരുമ്പോഴത്തേനും നമുക്ക് അടിപൊളി ഡിസൈനാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. ഇതുപോലെ 3 സ്ലാറ്റ്സ് ഉള്ളൊരു നല്ലൊരു പ്രൊജക്ട് ഹെഡ്ലാമ്പ് യൂണിറ്റ് ആണ് വരുന്നത്. മഴ പെയ്ത് കിടക്കുന്നതുകൊണ്ട് അത് ചെറിയൊരു ഇതുണ്ടെന്നല്ലാണ്ട് നല്ല അടിപൊളി ഡേ ടൈം റണ്ണിങ് ലാമ്പൊക്കെ, ഒരു L ഷേപ്പുള്ള ഡേ ടൈം റണ്ണിങ് ലാമ്പ് കാര്യങ്ങളൊക്കെ ഉള്ളൊരു പ്രൊജക്റ്റഡ് ഹെഡ്ലാമ്പ് യൂണിറ്റ് ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. അതുപോലെ നമുക്ക് ഇങ്ങോട്ട് വരുന്ന സമയത്ത് നല്ലൊരു അടിപൊളി ഗ്രിൽസ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. അതൊക്കെ ആണെങ്കിലും ബ്ലാക്ക് ആയിട്ടുള്ള നല്ല അടിപൊളി പ്രീമിയം ഗ്രിൽസ് ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. കിയേന്റെ ബാഡ്ജിങ് നമുക്ക് കാണാൻ പറ്റും. അതൊരു സ്റ്റീൽ ഫിനിഷിലാണ് നമുക്ക് ആ ഒരു കിയേന്റെ ബാഡ്ജിങ് ഒക്കെ കൊടുത്തേക്കുന്നത്. ഫ്രണ്ടിൽ നമുക്ക് ആ ഒരു സ്റ്റീലിന്റെ ഫിനിഷും കൂടെ നമുക്ക് വരുമ്പോഴത്തേനും നല്ലൊരു മാസീവ് ലുക്ക് നമുക്ക് ഈ ഒരു വണ്ടിക്ക് മൊത്തത്തിൽ കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ഇതാണ് നമുക്ക് ഈ ഒരു വണ്ടീൻ്റെ ഒരു ഫ്രണ്ടിൽ നിന്ന് കിട്ടുന്ന ഒരു ഇംപ്രഷൻ. നല്ലൊരു മാസീവ് എന്താ പറയുക, ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു നമുക്ക് ആ ഒരു സെഡാനാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. അതുപോലെ നമുക്ക് ഈ ഒരു സൈഡിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് വീൽസ് വരുന്നത് 235/40R18 18 ഇഞ്ചിന്റെ നല്ല അടിപൊളി വീൽസ് നമുക്ക് വരുന്നുണ്ട്. അതിനകത്ത് നമുക്ക് ആ ഒരു അലോയ് വീലിന്റെ ഡിസൈനൊക്കെ ആണെങ്കിലും വളരെ ഫ്യൂച്ചറിസ്റ്റിക് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. അത്രത്തോളം കട്ടികളൊക്കെ കൊണ്ടുവന്ന് നല്ലൊരു അടിപൊളി നമുക്ക് അലോയ് വീൽസ് വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ആ ഒരു അലോയ് വീൽസ് നമുക്ക് വരുന്നത് ഒരു എന്താ പറയുക, ഒരു ബ്ലാക്കും അതുപോലെ ഒരു സ്റ്റീൽ ഫിനിഷും കൂടെ ഉള്ള ഒരു അലോയ് വീലാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. നമ്മൾ ഒരു സൈഡ് വ്യൂസ് ഒക്കെ നമുക്ക് വരുമ്പോഴത്തേനും നമുക്ക് ഇതേപോലെ ഒരു നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പോലെ നല്ലൊരു ഷാർപ്പായിട്ടുള്ള ഒരു ലൈൻസ് നമുക്ക് ഇവിടെ വരുന്നുണ്ട്. അതുപോലെ നമുക്ക് താഴോട്ട് വരുമ്പോഴത്തേനും സ്റ്റീൽ ഫിനിഷ് നമുക്ക് ഇവിടുന്ന് നമുക്കൊരു ചെറിയൊരു സ്റ്റീൽ ഫിനിഷ് വരുന്നുണ്ട്. പിന്നെ നമുക്കിതാ ഈ ഒരു മിറേഴ്സിലേക്ക് വരുമ്പോഴത്തേനും താഴോട്ട് വരുന്നത് ഒരു അലുമിനിയം ഫിനിഷുള്ള ആ ഒരു ചെറിയൊരു ക്ലാഡിങ് നമുക്ക് ഇവിടെ വരുന്നുണ്ട്. അങ്ങനെ നല്ലൊരു ഈ സൈഡിൽ നിന്നുള്ള ഒരു വ്യൂ ഒക്കെ ആണെങ്കിൽ നല്ല അടിപൊളി ഫ്യൂച്ചറിസ്റ്റിക് അല്ലെങ്കിൽ ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു സെഡാൻ കൂടിയാണ് നമ്മുടെ ഈ ഒരു കിയേന്റെ K4. നമുക്ക് അവിടുന്ന് ബാക്കിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് ആ ഒരു വേറെ തന്നെ നമ്മൾ സാധാ കിയകളിലൊക്കെ നമ്മൾ കണ്ടുവരാത്ത ഒരു ഡിസൈനാണ് നമുക്ക് ഇതിന്റെ ബാക്കിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. നമുക്ക് ആ ഒരു ബാക്കിൽ നമുക്ക് ആ റൂഫ് ലൈനൊക്കെ നമുക്ക് ഇങ്ങനെ താന്നിറങ്ങി വരുന്ന നമുക്ക് ആ ഒരു സെഡാന്റെ നമുക്ക് ആ ഒരു സെറ്റ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് അതിന്റെ ഒരു ഡിസൈൻ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഷാർപ്പിൻ ആന്റിന നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ബാക്കിലേക്ക് വരുമ്പോഴത്തേനും ബാക്കിലെ ബ്രേക്ക് ലാമ്പ് യൂണിറ്റ് ഒക്കെ ആണെങ്കിലും മൊത്തത്തിൽ ഒരു നമുക്ക് കണക്റ്റഡ് ആയിട്ട് തോന്നുന്ന നമുക്കൊരു ബ്രേക്ക് ലാമ്പ് യൂണിറ്റ് ഇതിനകത്ത് വരുന്നുണ്ട്. ഒരു L ഷേപ്പിലുള്ള ഒരു ബ്രേക്ക് ലാമ്പ് യൂണിറ്റ് ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. നമുക്ക് അതിനകത്ത് ബാക്കിലേക്ക് വരുമ്പോഴത്തേനും ക്യാമറാസ് കാണാൻ പറ്റും. അതുപോലെ ഇത് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബൂട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. K4ന്റെ ബാഡ്ജിങ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നെ നമുക്ക് ഇപ്പുറത്തേക്ക് വരുമ്പോഴത്തേനും GT ലൈനിന്റെ ആ ഒരു ബാഡ്ജിങ് ഇപ്പുറത്ത് കാണാൻ പറ്റും. ബാക്കിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഇതാണ് നമുക്ക് ഈ ഒരു വണ്ടീന്റെ ബാക്കിൽ നിന്ന് വരുന്ന നമുക്കൊരു ഫീല്. നമുക്കിനി എന്തായാലും നമുക്ക് ഇതിന്റെ ബൂട്ട് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ബൂട്ട് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് കാണാൻ പറ്റും ഈ ഒരു സെഗ്മെന്റിൽ തന്നെ ഏറ്റവും ടോപ്പാണ് നമുക്ക് ഈ ഒരു ബൂട്ട് സ്പേസ് വരുന്നത്. ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ ബൂട്ട് സ്പേസ് ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. കാണാൻ പറ്റുന്ന പോലെ തന്നെ അത്രത്തോളം ഡീപ്പായിട്ടുള്ള നല്ലൊരു ബൂട്ട് സ്പേസ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. നമുക്ക് ലൈറ്റ് ഇല്ലേ എന്നൊക്കെ നമുക്ക് തോന്നും.
നമുക്ക് ഇവിടെയാണ് അതിൻ്റെ ലൈറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത്. അതുപോലെ നമുക്ക് സീറ്റ് നമുക്ക് ഫോൾഡ് ചെയ്യാനുള്ള ആ ഒരു പുൾബാറൊക്കെ ഇവിടെ വരുന്നുണ്ട്, 2 സൈഡിലായിട്ട് നമുക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഇത് ക്ലോസ് ചെയ്യാനാണെങ്കിൽ ജസ്റ്റ് ഒന്ന് നമുക്ക് ഇതിൻ്റെ ജസ്റ്റ് ഇതിൻ്റെ ഒരു എൻജിൻ ബേയും കൂടെ ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ ഒരു എൻജിൻ ബേ വരുന്നത്. ടർബോ ആണ്, ടർബോ GDI എൻജിനാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. അതിൻ്റെ എൻജിനൊക്കെ ആണെങ്കിൽ നല്ല നീറ്റ്ലി തന്നെ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. മാനുവലി പൊക്കി വെക്കാൻ പറ്റുന്ന ഒരു എൻജിൻ ബേ ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. നല്ല കനമുണ്ട്, നല്ല കനമുള്ള ഒരു എൻജിൻ ബേ ആണ്. അപ്പം ഇനി നമുക്ക് എന്തായാലും ഒരു ചെറിയ ഡ്രൈവ് ചെയ്യാം. എന്തായാലും ഇത് ടർബോ GDI ആണ്, അത്യാവശ്യം നല്ല സ്പോർട്ടിയാണ്. നല്ലതായിട്ട് നമ്മളിപ്പോൾ ചവിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനനുസരിച്ച് പെർഫോമൻസ് തരുന്ന ഒരു വണ്ടിയാണ്. നമുക്കൊരു ചെറിയ ഡ്രൈവ് എന്തായാലും ചെയ്തിട്ട് വരാം. നിങ്ങൾക്ക് ആ ഒരു ഗ്രൗളിങ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല പവർഫുൾ ആണ് ഇതിൻ്റെ എൻജിൻ വരുന്നത്. നമുക്ക് അത്ര നല്ല സുഖമായിട്ട് നമുക്ക് ഇങ്ങനെ ചവിട്ടി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ഇതിനകത്തുനിന്ന് ഔട്ട്പുട്ട് കിട്ടും. നല്ല ഫണ്ണായിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു കിടുക്കൻ വണ്ടിയാണ് നമുക്ക് ഈ ഒരു 2025 കിയാൻ്റെ K4. ഫണ്ണായിട്ട് ഓടിക്കണമെങ്കിൽ ഫണ്ണായിട്ട് ഓടിക്കാം, നമുക്കൊരു ഫാമിലി ഓറിയൻറ്റഡ് ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങനെ ഓടിക്കണമെങ്കിൽ അങ്ങനെ ഓടിക്കാം. അങ്ങനെ ഒരു മൊത്തത്തിലൊരു കംപ്ലീറ്റ്ലി നമുക്ക് എങ്ങനെ വേണേലും കസ്റ്റമൈസ് ചെയ്ത് കൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു കിടുക്കൻ സെഡാനാണ് നമ്മൾ ഈ ഒരു 2025 കിയാൻ്റെ K4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും സെഡാൻ നിങ്ങൾ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കൺസിഡർ ചെയ്യുക. നല്ല അടിപൊളി ഒരു പ്രീമിയം സെഡാനും കൂടിയാണ് നമ്മുടെ ഈ ഒരു K4. ഇഷ്ടംപോലെ നമുക്ക് കളർ ഓപ്ഷൻസ് ഇതിനകത്ത് കിടപ്പുണ്ട്. നമുക്ക് ബ്ലൂ ഉണ്ട്, ഗ്രേ ഉണ്ട്, അങ്ങനെ ഒരുപാട് കളർ ഓപ്ഷനും നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. നിങ്ങൾ എന്തായാലും ചെക്കൗട്ട് ചെയ്ത് നോക്കുക. എന്തായാലും സെഡാൻ നിങ്ങൾ നോക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാതെ പോകരുത്. നല്ലൊരു പ്രൈസ് പോയിന്റിൽ നിങ്ങൾക്ക് ഇത് കിട്ടുകയും ചെയ്യും. അതുകൂടിയാണ് ഇതിൻ്റെ ഒരു യുണീക്ക് സെല്ലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുപോലെ നമുക്ക് ഇതിനകത്ത് ഇതിൻ്റെ റിവേഴ്സ് പാർക്കിംഗ് ക്യാമറയൊക്കെ ആണെങ്കിൽ നല്ല അടിപൊളി റിവേഴ്സ് ക്യാമറയാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് പാർക്കിംഗ് ഒക്കെ നമ്മൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതിനകത്ത് പാർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്രയൊക്കെ തന്നെയാണ് നമ്മുടെ ഈ ഒരു കിയ K4 GTൻ്റെ 2025ൻ്റെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ. താങ്ക് യു.